प्रधानमंत्री को बहुत सारे सवालों को जवाब देना है, उस पर तो वो चुप थे। तो हम यही मांग कर रहे हैं ना। पिछले 2 हफ्तों में 2 सर्वदलीय बैठक हुई हैं, प्रधानमंत्री मौजूद नहीं थे, कुछ बातें नहीं हो पाई। तो आज भी हम मांग करते हैं प्रधानमंत्री एक बैठक बुलाएं, सभी विपक्ष नेताओं को बुलाएं, विश्वास में लें। और ये क्या बार बार राष्ट्रपति ट्रंप घोषणा कर रहे हैं कि भारत और पाकिस्तान के बीच में वार्तालाप होगा और तीसरे जगह में वार्तालाप होगा, न्यूट्रल साइट में वार्तालाप होगा। इस पर इसकी सच्चाई क्या है? वाजपेयी जी की सरकार ने कारगिल समीक्षा समिति बिठाई, उसकी अध्यक्षता आज के विदेश मंत्री के पिताजी ने किया और 23 फरवरी 2000 को वो पार्लियामेंट में पेश किया जाता है। एनआईए जांच कर रही है पहलगाम। ബസന്ത് ഇങ്ങനെ ഒരു തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷേ നേരത്തെ ബസന്ത് സൂചിപ്പിച്ച പോലെ ശശി തരൂരിന്റെ നിലപാട് വ്യത്യസ്തമാണ്. അതിനോടുള്ള ഭിന്നാഭിപ്രായം കോൺഗ്രസിലുണ്ട്. എങ്ങനെയാണ് കോൺഗ്രസ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? ഈ ആവശ്യത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല സമീപനത്തിന് സാധ്യതയുണ്ടോ? ദിവിഷ, ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു ആവശ്യമാണിത്. അതായത് കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടെ മാതൃകയിൽ ഒരു സമിതി പഹൽഗാമിലെ വീഴ്ചയും സുരക്ഷാ പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരിശോധിക്കണം എന്നുള്ളതാണ്. കാർഗിൽ റിവ്യൂ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് കെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന പ്രതിരോധ വിദഗ്ധനായിരുന്നു. അദ്ദേഹമാണ് ജയശങ്കറിൻ്റെ, നിലവിലുള്ള വിദേശമന്ത്രി എസ് ജയശങ്കറിൻ്റെ അച്ഛനാണ് സുബ്രഹ്മണ്യം. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടെ പല കണ്ടെത്തലുകളും ഇപ്പോഴും ക്ലാസിഫൈഡ് ആണ്, അല്ലെങ്കിൽ രഹസ്യമായി വെച്ചിരിക്കുകയാണ്. അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ പഹൽഗാമിലെ വീഴ്ചകൾ സംബന്ധിച്ച്, ഇൻ്റലിജൻസ് വീഴ്ചകൾ സംബന്ധിച്ച്, പാളിച്ചകൾ സംബന്ധിച്ച് ഒരു പരിശോധന ആവശ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആവശ്യം. പഹൽഗാം വിഷയം സംബന്ധിച്ച് ഇപ്പോൾ ഒരു പഹൽഗാം റിവ്യൂ കമ്മിറ്റി വേണം എന്നുള്ളത്, പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ ആവർത്തിച്ച് ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് വളരെ ആവശ്യമാണ്. കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വേണമെന്ന് പറയുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു സർവകക്ഷി യോഗം വേണമെന്നും കൂടി കോൺഗ്രസ് പറയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും പഹൽഗാമിന്റെ സംഭവത്തിൽ ഒരു റിവ്യൂ കമ്മിറ്റി വേണമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആവശ്യം. വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒരു റിവ്യൂ കമ്മിറ്റി കാർഗിൽ യുദ്ധത്തിന് ശേഷം രൂപീകരിച്ചതുപോലെ ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്.